നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരല്പം വെറൈറ്റി രീതിയിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു ഫിഷ് ഫ്രൈ മസാലയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒടുക്കത്തെ ടേസ്റ്റാണ് ഈ മസാലയ്ക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ മസാല തയ്യാറാക്കാൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ആദ്യം ചേർക്കുക. അതിനുശേഷം പെരുംജീരകം 1/4 ടേബിൾ സ്പൂൺ എടുക്കുക. ഇനി ഇത് രണ്ടും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാടങ്ങ് പൊടിയാക്കരുത്, ഒരു തരി പോലെ നമുക്ക് കിട്ടുകയും വേണം. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് പോവാണ്. ഇവിടെ നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്, ഒരു തരി പോലെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർക്കാനായിട്ടുള്ളത്. ഒരു 8 അല്ലി വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് 8 എണ്ണം ചേർക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 12 എണ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഇഞ്ചിയാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ആദ്യം ഇതിലേക്ക് ചേർക്കാഞ്ഞത് കാരണം ആ ഒരു ജീരകമൊക്കെ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മൾ ഇതിനകത്തിൽ ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് നമ്മളിങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ ഇനി നല്ല പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ജീരകമൊക്കെ ചേർത്തുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഈ ജീരകത്തിൻ്റെ ചുവയാണ്, അങ്ങനെ ഒന്നുമില്ല, നല്ല അടിപൊളി മസാലയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു മൺചട്ടിയാണ്. ഈ മൺചട്ടിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനായിട്ടുള്ളത് അരിപ്പൊടിയാണ്. ഒരു മെയിൻ സംഭവമാണ്. 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോഴൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു ചെറുനാരങ്ങ ഇതുപോലെ പിഴിഞ്ഞൊഴിക്കുക. ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിത് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല. നല്ലതുപോലെ മസാല മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക. വെള്ളമൊന്നും ചേർക്കാനായിട്ട് പാടില്ല. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് ഈ മസാല മിക്സ് ചെയ്യുന്നതാണ് ഈ ഒരു മസാലയുടെ ഏറ്റവും നല്ല ടേസ്റ്റ്. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ 1 കിലോ കിളിമീനാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പല പേരുകളും പറയുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താണ് പറയുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് കൂടി ഇന്ന് ചെയ്യണം. കാരണം കുറേ കമൻറ്റുകൾ വരുമ്പോൾ നമുക്കറിയാമല്ലോ ഈ മീനിന് എന്തെല്ലാം പേരുകളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ നല്ല ആഴത്തിൽ ഇത് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം നല്ലതുപോലെ ഈ മസാല ഇതിനകത്തിലേക്കെല്ലാം നല്ലതുപോലെ ഇറങ്ങണം. അപ്പം നല്ലതുപോലെ വരഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു മസാല നല്ലതുപോലെ പുരട്ടിയെടുക്കുക. പുരട്ടിയിട്ട് നമുക്ക് ഇതിനകത്തിലേക്ക് കുറച്ച് കറിവേപ്പില നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. കാരണം അത്രയും സമയം ആകുമ്പോഴത്തേന് ഈ മസാലയൊക്കെ നല്ലതുപോലെ ഈ മീനിൽ പിടിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാനിലേക്ക് നമുക്ക് ഇത് വറക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചേർക്കുന്നത് കടുകാണ്. ഈ കടുക് ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മീൻ ഈ വറക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് നല്ലൊരു മാർഗ്ഗമാണ്. മീൻ പൊടിഞ്ഞു പോകത്തില്ല. അതിനുശേഷം നമ്മുടെ മസാല പുരട്ടിയിട്ടുള്ള മീനെല്ലാം ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. നാരങ്ങ ഞാൻ ആദ്യം പിഴിഞ്ഞ് ചേർത്തതിന് പകരമായിട്ട് നീക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാൻ നല്ലതാണ്. പക്ഷേ വിനാഗിരി ചേർക്കുന്ന സമയത്ത് കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുളിയായിരിക്കും. കുറച്ച് മാത്രം വിനാഗിരി ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ മസാല തയ്യാറാക്കിയിട്ട് ഇനിയും മീനൊന്ന് പൊരിച്ച് വെക്കണം. ഏത് മീൻ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് സവാളയൊക്കെ ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഒരല്പം പച്ചമുളക് നടുകെ കീറി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ്